ഇത് നല്ല ടേസ്റ്റി സൗത്ത് ഇന്ത്യൻ ലഞ്ച് മെനു ആണ്. വത്തക്കുഴമ്പും പിന്നെ പരിപ്പ് കറിയും ബീട്രൂട്ടും പിന്നെ സാലഡും ചോറും. ആദ്യം ഞാൻ ദാൽ ഉണ്ടാക്കുന്നു. ഇവിടെ 1 പോട്ട് ദാലായിട്ട് ഞാൻ ഉണ്ടാക്കുന്നു. കുക്കറിൽ തന്നെ ദാലും പിന്നെ ചില്ലി ജിഞ്ചറും പിന്നെ ടൊമാറ്റോ ഓണിയൻ ഒക്കെ കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് ബോയിൽ ചെയ്ത് എടുക്കാം. പിന്നെ ബോയിൽ ചെയ്ത ശേഷം നമുക്കത് താളിച്ചിടാം. ദാറ്റ് ഈസ് കടുകും ജീരകം റെഡ് ചില്ലിയും പിന്നെ കായം പിന്നെ മുളക് പൊടിയും അതൊക്കെ ഒന്ന് നന്നായിട്ട് അതൊന്ന് താളിച്ചിട്ട് ഇടാം. സോ ആ മുളക് പൊടി അതിന് മേലെ താളിക്കുമ്പോൾ അതൊരു പ്രത്യേകം ടേസ്റ്റ് ആണ്. സോ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. സോ പിന്നെ അവസാനം കൊത്തമല്ലി ഇടാം. ഈ ബോക്സ് കൊത്തമല്ലിയും കറി ലീഫും സ്റ്റോർ ചെയ്യാൻ നല്ല യൂസ്ഫുൾ ആണ്. ഇതിന്റെ പ്രോഡക്ട്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വേണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നോക്കിക്കോളൂ. സോ ഈ ബോക്സിൽ കൊത്തമല്ലി ഇടുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് ഓൾമോസ്റ്റ് 1 വീക്ക് വரைക്കും നമുക്ക് അത് ഇടാം. ഇപ്പൊ ഇവിടെ ഞാൻ ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കുന്നു. ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് താളിച്ചിട്ട് കടുക് ജീരകം ഒക്കെ താളിച്ചിട്ട് കറി ലീഫ് ഓണിയൻ ഒക്കെ മിക്സ് ചെയ്തിട്ട് പിന്നെ ബീട്രൂട്ട് ഗ്രേറ്റഡ് അത് ഇട്ടിട്ട് അതവിടെ ബീട്രൂട്ട് റെഡി ആകുമ്പോൾ നമുക്ക് ഇവിടെ വത്തക്കുഴമ്പ് ഉണ്ടാക്കാം. ഞാനിവിടെ വത്തക്കുഴമ്പ് യൂസ് ചെയ്തിരിക്കുന്ന നമ്മൾ മന്തംകാളി ഒക്കെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കൊണ്ടാട്ടം പയർ കൊണ്ടാട്ടം പിന്നെ അല്ലെങ്കിൽ കൈപ്പക്കട കൊണ്ടാട്ടം അങ്ങനെ എന്തെങ്കിലും അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഞാനിവിടെ മൺതക്കാളി യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ചെയ്ത്. ആദ്യം മൺതക്കാളി നല്ല വറുത്തിട്ട് അതൊന്ന് മാറ്റി വെക്കാം. നല്ലെണ്ണ യൂസ് ചെയ്യണം ഇതിന്, ഇന്ന ടേസ്റ്റ്. അപ്പൊ ഇനിയും അത് മാറ്റി വെച്ച ശേഷം നല്ല താളിക്ക കടുക് ജീരകം പിന്നെ ഉലുവ പിന്നെ റെഡ് ചില്ലിയും കറി ലീഫും ഇട്ട് താളിച്ചിട്ട് പൂണ്ട് ഒരു 10 to 15 ആൻഡ് ചെറിയ ഉള്ളിയാണ് ഇതിന് ടേസ്റ്റ്. ചെറിയ ഉള്ളി നിങ്ങൾ വലിയ ഉള്ളി ഇട്ടിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇടാം. പിന്നെ ടൊമാറ്റോ. സോ ടൊമാറ്റോ ഇട്ടിട്ട് ആവശ്യത്തിന് മസാല മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഈ മസാല നിങ്ങളുടെ ടേസ്റ്റ് മാതിരി നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് വെള്ളം ഇട്ടിട്ട് നന്നായിട്ട് ഇതിങ്ങനെ ഗ്രേവി മാതിരി വരണം. ഈ കൂട്ടാന് ഇതാണ് ടേസ്റ്റ്, നല്ല ഗ്രേവി മാതിരി വരണം. പിന്നെ പുളിവെള്ളം അതൊന്ന് ബോയിൽ ആവണം. സോ അത് നന്നായിട്ട് ബോയിലായി പിന്നെ ഈ നമ്മൾ മൺതക്കാളി ഫ്രൈ ചെയ്ത് വെച്ച മൺതക്കാളി അതിലിട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. സോ നല്ല ടേസ്റ്റ് ഉള്ള കൂട്ടാനാണ് ഇത്. ചോറിന് നല്ല ടേസ്റ്റ് ആണ്. ചൂടുള്ള ചോറിന് കുറച്ച് നെയ്യും ഇതും ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ്. ഇഡലി ദോശയ്ക്കും ഇത് നല്ലൊരു കോമ്പിനേഷൻ ആണ്. സോ ഈ ഒരു ലഞ്ച് മെനു എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ദാൽ കറിയും പിന്നെ വത്തക്കുഴമ്പും ചോറും പിന്നെ ബീട്രൂട്ടും പിന്നെ സാലഡും. സോ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഈ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ആൻഡ് സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു.